ഇവര് കൊള്ളയടിക്കുന്നതായി തോന്നുന്നു. ഒന്നായിട്ട് കത്തിച്ചാണോ? ഇവിടെ നിയമം മാറണോ? നിയമം ഒന്നായിട്ട് പൊട്ടിച്ചാണോ? മനസ്സിലായില്ലേ? വളരെ മോശം. ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ജീവിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? നമ്മള് പൊട്ടന്മാരല്ലേ? ഇവര് വിചാരം ഹിന്ദി പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന ഓലേക്കാളും വലിയ ഭാഷ നമുക്ക് അറിയാം. ഞങ്ങളെ ബാലൻസ് 145 ഉണ്ട്. അവർ വേറെ പുറത്ത് വിടില്ല വണ്ടിന്ന് കരുത്തേക്കുന്നു. റോഡാണോ? 250 തന്തയുടെ റോഡാണ്. റോഡ് പണി കഴിഞ്ഞു സാറേ. എവിടെ കഴിഞ്ഞിക്കോ? ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇതിന് തോന്നിയാസം കളിക്കാൻ വരുന്നത്. ഞങ്ങളിപ്പോ ഡ്രൈവറിന് 200 കയറ്റിക്കാൻ കഴിയില്ല. എപ്പോഴും ഇവിടെ പൊതുവെ പണി കുറവാണ്. ഇവിടെ ദീർഘദൂര യാത്ര ചെയ്യുന്ന ലോറിക്കാര്, മറ്റു കാറ്, മറ്റുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട്. ഈ ആളുകൾക്ക് കൃത്യമായിട്ട് ഒന്ന് വണ്ടി നിർത്തി കിടക്കാൻ ഈ ഹൈവേയിൽ ഒരു സൗകര്യമില്ല. അതിനു പുറമെയാണ് ഈ ശുചീകരണ മുറികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, പിന്നെ ഈ പണം നമ്മൾ എന്തിനാ കൊടുക്കണേ? റോഡിന് മാത്രമല്ല കൊടുക്കണത്. അന്യ സംസ്ഥാനത്തൊന്ന് വന്ന് ഈ വിവരം കെട്ട നാരികളൊക്കെയാണ് നമ്മൾ തെറി പറയുന്നത്. അമ്മയ്ക്കും അച്ഛനും ഒക്കെയാണ് വിളിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ഗുണ്ടായിസമാണ്. ഇന്റർനാഷണൽ ഗുണ്ടായിസം ഇതൊരിക്കലും നടക്കാൻ പാടില്ല. സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ചേർക്കാണ്ട്, ടോളും പിടിക്കും കോളറും പിടിക്കും എന്നാണ് പറയേണ്ടത്. വാഹന ഉടമകളെ തല്ലാനും ചീത്ത വിളിക്കാനും ഉത്തരേന്ത്യയിൽ നിന്ന് കുറെ ഗുണ്ടകൾ ഇറക്കുമതി ചെയ്തിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടോൾ പ്ലാസകളിൽ ഡിപ്ലോയ് ചെയ്തിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടായിസാണ് ഇവിടെ. ഈ ഗുണ്ടായിസം അവസാനിപ്പിക്കണം. അപ്പൊ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകാൻ പറഞ്ഞ് ജയിലായിട്ട് പോയിക്കാന്ന് പറഞ്ഞു. വളരെ തന്തയുടെ സ്വത്ത് പോലെയാണ് നമ്മളോട് പറയുന്നത്. അതേമാതിരി തന്നെ അവർ പെരുമാറി. ഞാൻ അതങ്ങനെ ഇതിന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. അതിന് തൊട്ട് വേക്കിലാണ്ട് ആംബുലൻസ് വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര ധിക്കാരത്തില്ല. പോകാൻ പറ്റുക ഭയങ്കര വളരെ മോശമായിട്ട് തെറിയാണ് പറയുന്നത്. എന്നോട് പറഞ്ഞത് ഇത് സ്കാൻ ചെയ്ത് കിട്ടണില്ല പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ പേ വഴി എന്നോട് 162 വാങ്ങി. അത് കഴിഞ്ഞ് 2 മിനിറ്റ് ഇവിടെ പാസ് ചെയ്ത് പോയപ്പോൾ 130 റുപ്യ പിടിച്ച് വീണ്ടും പിടിച്ചു. ഇവര് കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുന്ന തെമ്മാടികളാണ്. അങ്ങനെ തന്നെ വേണം പറയാൻ. അതായത് പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയാണ് കൊള്ളയടിക്കുക എന്ന് കൃത്യമായി രീതിയിലേക്ക് അറിവുള്ള ആളുകളാണ്. ഈ ഹിന്ദിക്കാരടക്കം അടങ്ങുന്ന ആളുകൾ, അവർക്കൊക്കെ അമ്മ ഏത് അച്ഛൻ ഏതെന്ന് അറിയില്ല. ആ ലെവലിലേക്കൊക്കെ ജനങ്ങളെ തെറി പറയുന്നത് ഉറപ്പായിട്ട് അടിച്ചോടിക്കും. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് പന്തീരാങ്കാവ് ടോളിന്റെ മുന്നിലാണ്. വലിയ രീതിയിലേക്കാണ് ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്. റോഡ് പണി പോലും പൂർത്തിയാക്കാതെയാണ് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടോൾ മാർഗം കടന്നു പോകുന്ന ആളുകളോട് പ്രത്യേക ശ്രദ്ധിക്കുക. അതായത് ടോളും പിടിക്കും, അതിനപ്പുറത്തേക്കുള്ള സ്കാനർ വെച്ചുള്ള പണവും പിടിക്കുമെന്ന് മുൻകൂട്ടി സൂചന തരികയാണ്. മനാഫ്ക, ഇത്തരം ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. ജനങ്ങളെ പച്ചക്ക് കൊള്ളയടിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ചേർക്കാണ്ട്, ടോളും പിടിക്കും കോളറും പിടിക്കും എന്നാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ജനങ്ങൾ ഈ ടോള് ഉപയോഗപ്പെടുത്തി ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യവും നടക്കണില്ല. കൃത്യമായിട്ട് ഈ റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല. അതിനു പുറമെ ഉത്തരേന്ത്യൻ ആളുകളുടെ കേട്ടാലറയ്ക്കുന്ന തെറികൾ കേൾക്കേണ്ടി വരികയാണ്. ടോൾ അടിച്ചതിന് ഒരു എന്താ പറയുക, ഇപ്പൊ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കിലോമീറ്ററുകളോളം ദൂരത്തിൽ ആളുകൾ ടോള് വരി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്ര വലിയ ദൂരം വണ്ടികൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനുവദിക്കണം എന്നാണ്, വണ്ടി പോകാൻ അനുവദിക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ ഇന്നുണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ മുന്നിൽ ഒരു വാഹനം എന്താ പറഞ്ഞു കഴിഞ്ഞാല് 1 കോടി റുപ്യ വില വരുന്ന വാഹനമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല, ATM-ലാണ് ഉള്ളത്. ഒന്ന് സൈഡാക്കി തന്നാല് പണം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവര് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോളിന്ന് പോകാൻ അനുവദിക്കില്ല. പോരാതെ ഞങ്ങൾ അവിടെ പോയി അവരോട് എന്താ വിഷയം അന്വേഷിക്കുമ്പോൾ കേട്ടാലറയ്ക്കുന്ന തെറികളാണ് ഹിന്ദിക്കാർ ഈ പറയുന്നത്. ഈ ആളോട് ഞാൻ ചോദിച്ചു, 130-135 രൂപ ആണ് ഒരു ഭാഗത്തേക്കുള്ള ടോള്. 1 കോടി റുപ്യന്റെ കാറാണ്. ഒന്ന് സൈഡാക്കി കഴിഞ്ഞാൽ ഒരു 40-45 വണ്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടായിസാണ് ഇവിടെ. ഈ ഗുണ്ടായിസം അവസാനിപ്പിക്കണം. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ഈ ഒരു ടോളിന്റെ വിഷയം എവോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംഘടന ഉണ്ട്, വാഹന ഉടമകളുടെ സംഘടന. ഈ വിഷയം ഏറ്റെടുത്തിട്ട് ഇനി ഇവർക്ക് ഒരു സമയം അനുവദിച്ചു കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രക്ഷോഭം ആരംഭിക്കും. ഇപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഓണറും ഈ വാഹനത്തിൽ സഞ്ചരിച്ച ആളുകളും ഇവിടെ ഉണ്ട്. ഇവരുടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 1/4 മണിക്കൂറാണ് ഇപ്പൊ തടഞ്ഞു വെച്ചത്. ഒരു പറയട്ടെ ബാക്കി കാര്യങ്ങൾ എന്താണ് പ്രശ്നം പറയാം. ഞങ്ങളൊരു 2:30 മണിക്ക് ഇപ്പൊ സമയം നോക്കി 4:30 മണി 2 മണിക്കൂർ അവിടെ പിടിച്ചിട്ടുള്ളത്. ഇതെന്താ സംഭവിച്ചാല് ഞങ്ങളെ ജീപ്പ് ആ സമയത്ത് നെറ്റ്വർക്ക് വർക്ക് ചെയ്തില്ല. ആ സമയത്ത് ഞങ്ങൾ കാർഡ് എടുത്തു കൊടുത്ത്, ക്യാഷുള്ള ATM കാർഡ് എടുത്തു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞത് ഷോപ്പിംഗ് മെഷീൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ പൈസ തരാൻ പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങളോട് റിവേഴ്സ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകാൻ പറഞ്ഞ് ജയിലായിട്ട് പോയിക്കാന്ന് പറഞ്ഞു. വളരെ തന്തയുടെ സ്വത്ത് പോലെയാണ് നമ്മളോട് പറയുന്നത്. അതേമാതിരി തന്നെ അവർ പെരുമാറി. ഞാൻ അതങ്ങനെ ഇതിന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുമ്പോൾ 10-40 വണ്ടി ബാക്കിൽ നിൽക്കുക. എല്ലാ വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടി പറയുന്നത്. അതിന് തൊട്ട് ബാക്കിലാണ്ട് ആംബുലൻസ് വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര ധിക്കാരത്തില്ല. പോകാൻ പറ്റുക ഭയങ്കര വളരെ മോശമായിട്ട് തെറിയാണ് പറയുന്നത്. വണ്ടിയിൽ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ബാക്കിൽ വണ്ടിയിൽ സ്ത്രീകൾ അടക്കമുണ്ട്.
നിങ്ങളിവിടെ അതിന്റെ ശേഷം ഞങ്ങളെ പതിരകാവ് പോലീസ് വന്ന് സംസാരിച്ചതിന്റെ ശേഷം നിങ്ങളോട് മാറിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എസ് ഐ വന്നിട്ട് പറഞ്ഞ രമ്യതയിൽ തീർത്തിട്ട് രണ്ടാളും പിരിഞ്ഞു പോകുന്നുള്ള രൂപത്തിലാണ് എസ് ഐ പറഞ്ഞുള്ളത്. അതിൽ ഞങ്ങൾക്ക് നല്ല എന്താ പറയുക, ഞങ്ങളെ 2 മണിക്കൂർ വിലപ്പെട്ട സമയം 5 മണിക്ക് വൈത്തിരി എത്തേണ്ടതാണ്. ഞങ്ങളവിടെ അരമണിക്കൂറിന് മേലെ അവിടെ ബ്ലോക്കിൽ പിടിച്ചിട്ട്. ഈ ടോളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധക്കിട്ടോ, അതായത് നിങ്ങളുടെ ടോളും പിടിക്കും സ്കാനറും വെച്ചും സ്റ്റാപ്പ് ചെയ്യൂട്ടോ. എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത്. ചോദിക്കാൻ ചെന്നപ്പോ പറ ഇതിന് മുന്നേ എന്നോട് പറഞ്ഞ് ഇത് സ്കാൻ ചെയ്ത് കിട്ടണില്ല പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ പേ വഴി എന്നോട് 162 വാങ്ങി. അത് കഴിഞ്ഞ് 2 മിനിറ്റ് ഇവിടെ പാസ് ചെയ്ത് പോയപ്പോൾ 130 റുപ്യ പിടിച്ച് വീണ്ടും പിടിച്ചു. അതായത് ഇവര് കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുന്ന തെമ്മാടികളാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. അതായത് പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയാണ് കൊള്ളയടിക്കുക എന്ന് കൃത്യമായി രീതിയിലേക്ക് അറിവുള്ള ആളുകളാണ്. ഈ ടോള് വഴി കടന്നു പോകുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം വീണ്ടും എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഒരു കംപ്ലൈന്റ് പറയാൻ കഴിയില്ല. സ്ത്രീകളെ ഇവിടെ നല്ല രീതിയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. അതായത് മലയാളി സ്ത്രീകളോടൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീഡിയോയോ ഞങ്ങൾക്കെതിരെ സംസാരിച്ചാലോ നിങ്ങൾ കേസിൽ പെടും എന്നുള്ളതാണ്. കാര്യം ഇത്തരം രീതിയിലേക്കുള്ള ഗുണ്ടായിസം ശരിക്കും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല. അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന് ഈ വിവരം കെട്ട നാരികളൊക്കെയാണ് നമ്മൾ തെറി പറയുന്നത്. അമ്മയ്ക്കും അച്ഛനും ഒക്കെയാണ് വിളിക്കുന്നത്. അതായത് ഇത്തരം രീതിയിലേക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് കൂടി അനുഭവം ഉണ്ടായി എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി പോവാ. ഇവിടെ നിന്ന് ഞങ്ങളെ വീഡിയോ എടുക്കുക, ഇത് സംസാരിക്കുന്ന ഞങ്ങളെ വീഡിയോ ഓരോ സ്റ്റാഫ് മുകളിൽ നിന്നിട്ട് വീഡിയോ എങ്ങനെ എടുക്കുക. അവരുടെ വീഡിയോ എടുത്താൽ ഉള്ളി പോകുന്ന പറഞ്ഞു കൊടുത്തേക്കണേ. ഇവിടെ ഒരു പോലീസ് ഉണ്ട്. പോലീസ് പറയാതെ UP-യിലാണ് കേസ് നടക്കുക, UP-യിൽ പോകേണ്ടി വരട്ടോ പറഞ്ഞാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക. ഞങ്ങൾ എന്നും UP പോകാൻ തയ്യാറാണ്. ഞങ്ങൾ അവിടെ റൂം എടുത്ത് നിന്നോളാം. ഈ പേരിൽ കേസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കാൻ തയ്യാറാണ്. ഇവർ പേടിപ്പിച്ച് ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഘടന എന്നുള്ള എന്താ ചെയ്യാ? ഇങ്ങനൊരു റോഡ് കേരളത്തിലെ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാവും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇത് വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. വാഹന ഉടമകളെ തല്ലാനും ചീത്ത വിളിക്കാനും ഉത്തരേന്ത്യയിൽ നിന്ന് കുറെ ഗുണ്ടകൾ ഇറക്കുമതി ചെയ്തിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടോൾ പ്ലാസകളിൽ ഡിപ്ലോയ് ചെയ്തിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ റോഡിന്റെ ഒരു സാങ്കേതിക നിലവാരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മോശം എക്സ്പ്രസ് ഹൈവേ ആയിരിക്കും ഇത് സാങ്കേതിക തികവില്ല ഈ റോഡിന്. ഇതിന്റെ സർവീസ് റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 ട്രാക്കിലാണ് മിക്കവാറും എല്ലാ റോഡുകളുള്ളത്. ഒരു ട്രാക്ക് കഴിഞ്ഞാൽ അടുത്ത 1/2 ട്രാക്കാണ്. ഈ 1.5 ട്രാക്കിൽ 2 ഭാഗത്തേക്ക് ട്രാഫിക് അനുവദിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അതായത് ഒരു റോഡ് എങ്ങനെയായിരിക്കണമോ, ഒരു എക്സ്പ്രസ് ഹൈവേ എങ്ങനെയായിരിക്കണമോ അങ്ങനെയല്ല ഈ സാധനം നിർമ്മിച്ചിട്ടുള്ളത്. സാങ്കേതിക പ്രശ്നങ്ങൾ ധാരാളം ഈ റോഡുകൾക്കുണ്ട്. അതായത് വൻതോതിൽ അഴിമതി നടത്തപ്പെട്ട ഒരു പദ്ധതിയാണിത്. നമുക്കറിയാം, അംബാനിയെ പോലുള്ള വൻകിടക്കാർ ഇതിന്റെ കോൺട്രാക്ട് ആദ്യം ഏറ്റെടുക്കുകയും അവരുടെ 2 ഭാഗം അവർ തുക പിടിച്ചതിന് ശേഷം ബാക്കി കോൺട്രാക്ടർമാർക്ക് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർമാർ അവർക്ക് കിട്ടിയ പണം കൊണ്ട് ഒരു റോഡ് സ്ട്രെച്ച് ഉണ്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ ധാരാളം ഈ റോഡുകളിൽ. ഇതിലെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ കാര്യം എന്താ അറിയോ? നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന റോഡാണ് ഇവര് ഹൈവേ ടോളാക്കി മാറ്റിയത്. ഏറ്റവും കൂടുതൽ പറയേണ്ട സങ്കടകരമായ കാര്യം, ഞങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന റോഡ് മാറ്റിയിട്ടാണ് ഇവർ ഈ പാത ഉണ്ടാക്കി ജനങ്ങളെ കൊള്ളയടിക്കുന്നത്. ഈ തെമ്മാടി കൂട്ടങ്ങളെ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യണം? ഈ കേരളത്തിൽ നിന്ന് അടിച്ചോടിക്കും ഉറപ്പായിട്ട്. അതായത് ഇത് ഉത്തരേന്ത്യയല്ല, 100% ഈ ഹിന്ദിക്കാരടക്കം അടങ്ങുന്ന ആളുകൾ, അവർക്കൊക്കെ അമ്മ ഏത് അച്ഛൻ ഏതെന്ന് അറിയില്ല. ആ ലെവലിലേക്കൊക്കെ ജനങ്ങളെ തെറി പറയുന്നത് ഉറപ്പായിട്ട് അടിച്ചോടിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കേരളത്തിൽ NH-66 ടോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കൃത്യമായിട്ട് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി കേന്ദ്രീകരിച്ചും മറ്റുള്ള നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേശീയപാതയിൽ ഈ ടോൾ പിരിക്കുന്ന കമ്പനികൾക്ക് എന്തും ചെയ്യാം എന്ന ധാരണ ഞങ്ങൾ തിരുത്തും. അതേത് ഘട്ടം വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഇവർക്ക് മനസ്സിലാവുന്ന പ്രത്യേക ഭാഷയിലാണെങ്കിൽ ആ തരത്തിൽ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. അതിനുള്ള സകല സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കും. അതിനുള്ള നിയമ നടപടികൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും. ജനങ്ങളോട് പറയാനുള്ളത്, ഇവർക്ക് വേണ്ടിയിട്ട്, അതായത് സാധാരണ ഈ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ബാത്റൂം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ കഥയാണ് വലിയ കഥ. ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ ഒരു ടോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 100, 130, 135 രൂപയാണ് ഇവിടെ ടോൾ അടിക്കുന്നത്. ഈ ടോൾ അടിക്കുന്നതോട് കൂടിയിട്ട് ഒരു യാത്രക്കാരന് കിട്ടേണ്ട കുറെ ആനുകൂല്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ശുചീകരണ മുറി. ഇവിടെയുള്ള ബാത്റൂമിന്റെ ഈ രംഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോണത്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും, ഇവിടെ നമ്മൾ എന്തിനാ ഈ 130 റുപ്യ കൊടുക്കണത്? ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിസരത്ത് ടോ ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളില്ല, യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമില്ല. നിരന്തരം ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു തമിഴ്നാട് ലോറി ഡ്രൈവർ കുറെ യാത്രക്കാരുടെ എന്താ പറയുക ഉറങ്ങിക്കിടക്കണ റോഡരികിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മേലേക്ക് വണ്ടി കയറ്റി ഒരുപാട് ആൾ മരണപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ വിഷയത്തിൽ ആ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം. യഥാർത്ഥത്തിൽ ആ ലോറി ഡ്രൈവറാണോ കുറ്റക്കാരന്, അല്ലെങ്കിൽ
ആ ലോറി ഡ്രൈവർക്ക് ഉറങ്ങാൻ ഒരു സ്ഥലം പോലും അനുവദിക്കാത്ത ഇവിടുത്തെ അധികാരികളാണോ കുറ്റക്കാരെന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദീർഘദൂര യാത്ര ചെയ്യുന്ന ലോറിക്കാര്, മറ്റുള്ള വാഹനങ്ങൾ ഒരുപാടുണ്ട്. ഈ ആളുകൾക്ക് കൃത്യമായിട്ട് ഒന്ന് വണ്ടി നിർത്തി കിടക്കാൻ ഈ ഹൈവേയിൽ ഒരു സൗകര്യമില്ല. അതിനു പുറമെയാണ് ഈ ശുചീകരണ മുറികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കണ്ടാ ഛർദ്ദിക്കുന്ന ഐറ്റംസിലെ പിന്നെ കച്ചറ. ഈ പണം നമ്മൾ എന്തിനാ കൊടുക്കണേ? റോഡിന് മാത്രമല്ല കൊടുക്കണത്, നമ്മൾ ഇവിടെ ഉള്ള ബാക്കിയുള്ള എല്ലാ പ്രാഥമിക കാര്യങ്ങളും നടത്താനുള്ള സൗകര്യം കൂടിയാണ് വേണ്ടിയത്. ഇതൊന്നുമില്ല. ഈ രംഗം ഒന്ന് കണ്ടു നോക്കി, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഈ അടിസ്ഥാന സൗകര്യം പോലും ചെയ്തു തരാത്ത അവരെ നമ്മൾ എന്ത് വിശ്വസിക്കും? ഈ തൊട്ടടുത്ത ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. റോഡിന്റെ മുഴുവൻ വർക്കുകളും പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും ടോൾ വാങ്ങിക്കാൻ പാടില്ല. 15 ദിവസത്തിനകം വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് വിശദീകരണം എന്താണ് നൽകുക എന്നുള്ളതിൽ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഈ ടോളിൽ 130 രൂപ നമ്മൾ കൊടുത്തിട്ട് ഒരു 200 അടി എത്തുമ്പോഴത്തേക്ക് ഹൈലൈറ്റിന് അടുത്ത് റോഡില്ല. ഈ ടോളിന്റെ മൂക്കിന്റെ താഴെ ഇവിടെ റോഡില്ല. ഈ റോഡൊന്നും കഴിയാതെ, ഇതിന്റെ മുഴുവൻ പ്രവൃത്തികളും കഴിയാതെ ഈ വാങ്ങിക്കുന്ന പിരിവ്, ആ കൂരിയാട് കിലോമീറ്ററോളം റോഡില്ല. ഇതൊരു ഇന്റർനാഷണൽ ഗുണ്ടായിസമാണ്. ഇന്റർനാഷണൽ ഗുണ്ടായിസം ഇതൊരിക്കലും നടക്കാൻ പാടില്ല. മാത്രമല്ല, ഈ ഗുണ്ടായിസം നടത്താൻ ഒറിജിനലായിട്ട് PCC പോലും ഇല്ലാത്ത, അതാത് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും PCC പോലും ഇല്ലാത്ത നല്ല രീതിയിൽ ഗുണ്ടായിസം ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ ലോബികളെ, അതോ 10 20 ഗുണ്ടകളെ ഇവിടെ ഇറക്കി വെച്ചിട്ട് മലയാളികളെ ആക്രമിക്കാം, ഭയപ്പെടുത്താം, അടിക്കാം, അമ്മയ്ക്ക് വിളിക്കാം, തന്തയ്ക്ക് വിളിക്കാം. ഇതാണ് പരിപാടി. ഇതൊരു അക്രമം തന്നെയാണ്. അല്ല, ഇത്തരം രീതിയിലേക്ക് പറയുമ്പോഴേ ഈ മലയാളികളെ അമ്മയ്ക്ക് വിളിക്കാം, അച്ഛന് വിളിക്കാം ഒക്കെ പറയുന്ന ഗുണ്ടകളെ വെക്കുന്നുണ്ടല്ലോ, അധികകാലം പോവില്ല. കാര്യം പേര് അടിച്ചു ഓടിക്കും ആദ്യം. അത് നമ്മള്, ഞാൻ പറയുന്നത് കൃത്യമായി ജനങ്ങള് അടിച്ചോടിക്കും ഇവരെ. ഇത് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും മറ്റുള്ള കോടതികളും അതേപോലെ സർക്കാർ സംവിധാനങ്ങളും ഇതിന് നല്ല രീതിയിലുള്ള നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വരും. അടിച്ചോടിക്കും ഇവരൊക്കെ അടിച്ചോടിക്കും. കാര്യം എന്താ വെച്ചാൽ ഇവരൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഈ അമ്മയ്ക്കും അച്ഛനൊക്കെ വിളിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റാഫുകളെ വെച്ചാ അവരൊക്കെ അടിച്ചോടിക്കുന്ന കാലം വിദൂരമല്ല. കാര്യം ഇത് കേരളമാണ്. 100% എന്ത് ചെയ്യും, ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. പറഞ്ഞോ, നിങ്ങളുടെ പ്രശ്നം എന്താ? ഈ വണ്ടി നമ്പറിൽ 145 രൂപ ബാലൻസ് ഉണ്ട്. അപ്പം ഇവിടെ 130 രൂപ മതി വണ്ടി പാസ് ചെയ്ത് പോകാൻ. അപ്പൊ അവര് പറയുന്നത് 200 രൂപ മാത്രമേ വണ്ടി വിടുന്ന പറയുന്നത്. അതൊരു മര്യാദയുള്ള കാര്യമാണോ? 15 രൂപയിൽ ബാലൻസ് വേണം. അപ്പൊ ഇവരെ 200 രൂപ മാത്രമേ വണ്ടി വിടാം. ഒരു മിനിറ്റ് സാറേ, വണ്ടി ബ്ലോക്കില്ല സാറേ, അവിടെ വണ്ടി ബ്ലോക്കില്ല. ഇതൊന്നും മര്യാദല്ല. റോഡ് നിക്ക്, നിങ്ങൾ ഇങ്ങോട്ട് വരി. റോഡിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇവര് പൈസ പിടിച്ചു വാങ്ങുക. ഒരു മര്യാദ വേണോ? ചെയ്യുന്നതിന് ഒരു മര്യാദ വേണോ? നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാ. പൈസ ഉണ്ട് വണ്ടിയിൽ. ഓൻ പറയും 200 രൂപ വേണം. ഒരു മര്യാദ. പിന്നെന്താ ഇവര് കൊള്ളയടിക്കുന്നല്ലോ, ഒന്നായിട്ട് കത്തിച്ചാളണോ? ഇവിടുത്തെ നിയമം മാറണോ? നിയമം ഒന്നായിട്ട് പൊട്ടിച്ചാളണോ? മനസ്സിലായില്ലേ? വളരെ മോശമാവില്ല. ഇവിടെ ജീവിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? നമ്മള് പൊട്ടന്മാരല്ലേ? ഇവരെ വിചാരം ഹിന്ദി പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന. ഓലേക്കാളും വലിയ ഭാഷ നമുക്ക് അറിയാം. സാറേ 130 രൂപ ഇവിടെ കൊടുത്താൽ മതി. ഞങ്ങളെ ബാലൻസ് 145 ഉണ്ട്. അവർ പറഞ്ഞ് പുറത്ത് വിടില്ല വണ്ടിന്ന് അടുത്ത് വെക്കുന്നു. 250 തന്തയുടെ റോഡാണ്. റോഡ് പണി കഴിഞ്ഞു സാറേ. എവിടെയും കഴിഞ്ഞിക്കോ? ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇതിന് തോന്നിയാസം കളിക്കാൻ വരുന്നത്. ഞങ്ങളിപ്പോ ഡ്രൈവർമാർ 200 കയറ്റിക്കാൻ കഴിയില്ല എപ്പോഴും. അപ്പൊ ഇവിടെ പൊതുവെ പണി കുറവാണ്. അപ്പൊ ഉള്ള പൈസയിൽ കയറ്റുന്നുണ്ട് ആള്. അപ്പൊ അതിനനുസരിച്ച് പോകാനേ അവന് പാസ് ചെയ്യാനുള്ള പൈസ കൊടുക്കില്ലേ? പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവനും കൂടെ പാസ് ചെയ്യാനുള്ള പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും പറ 200 ബാലൻസിലാണ് പോകാൻ പറ്റില്ല എന്ന്. എവിടുത്തെ ന്യായത്? നമ്മുടെ കേരളക്കാർ പോരാ ഇതൊക്കെ. നമ്മളൊന്നും പറ്റൂല. അതാണ് നമ്മളൊന്നും പറ്റൂല. നമ്മളൊന്നിച്ചുന്ന കാര്യങ്ങൾ നമ്മളെ ഓഫീസർമാരൊക്കെ നമ്മളെ തിരിഞ്ഞങ്ങോട്ട് എത്തുന്നത്. ഇതൊക്കെ അടിച്ച് പൊളിച്ച് നിരത്തിയിടണം. എന്താ സംശയം? എന്താ ചെയ്യണോ? നമ്മളെ പോലത്തെ അധ്വാനിക്കാൻ റോഡ് കിടക്കുക ഫുൾ ടൈം 24 മണിക്കൂറും.